ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്, 3 മെയിനായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആൻഡ് ഡിപ്രിസിയേഷൻ, എങ്ങനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സും ഡിപ്രിസിയേഷനും നമ്മുടെ പ്രൊജക്റ്റ് ക്യാഷ് ഫ്ലോസിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ ഓഫ് ഫിനാൻസ് കോസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, എക്സാമ്പിൾ നോക്കി. അതുപോലെ തന്നെ പോസ്റ്റ് ടാക്സ് പ്രിൻസിപ്പിളാണ് നമ്മൾ എടുക്കേണ്ടത്, അതും നോക്കി. ഓക്കെ, ആ 3 ടോപ്പിക്സാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. പിന്നെ സ്റ്റെപ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രൊസീജിയർ, അതും നമ്മൾ നോക്കി. എങ്ങനെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത്, ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യും, പിന്നെ ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ നോക്കിയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് ഇല്ലസ്ട്രേഷൻ 1 ആണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ബി സി ലിമിറ്റഡ് ഈസ് ഇവാലുവേറ്റിംഗ് ദ പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി വിത്ത് എ ഡിപ്രിസിയബിൾ ബേസ് ഓഫ് 1 lakh, expected economic life of 4 years, and change in earnings before interest and taxes and depreciation of 45,000 in year 1, 30,000 in year 2, 25,000 in year 3, and 35,000 in year 4. Assume straight line depreciation and 20% tax rate. You are required to calculate relevant cash flows. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവാലുവേറ്റ് പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി വിത്ത് എ ഡിപ്രീസിയബിൾ വാല്യൂ 1 lakh. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഗിവൺ എന്താണെന്ന് എഴുതി വെക്കുക. ഗിവണിൽ മെഷീനറി വാല്യൂ 1 lakh ഡിപ്രീസിയബിൾ വാല്യൂ ഉണ്ട്, ഇയേഴ്സ് 4 years ആണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ 4 yearsൻ്റെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ടാക്സ് റേറ്റ് 20%. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം തന്നെ ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണെന്ന് പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാം. ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു 1 lakh ഡിവൈഡഡ് ബൈ 4 years. ഇത് ഏത് മെത്തേഡാണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നേരെ എന്താണ്, ഇത് ഈക്വലായിട്ട് ഓരോ ഇയേഴ്സിലും ഡിപ്രിസിയേഷൻ ആയിരിക്കും ഉണ്ടാവുക സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 25,000 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ 25,000 നമ്മുടെ ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഓരോ പ്രൊജക്റ്റ് വെച്ചിട്ട് നമുക്ക് വാല്യൂ ചെയ്യാം. പ്രൊജക്റ്റ് 1, 2, 3, 4 അല്ല, ഇതൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇത് ഇയേഴ്സാണ്. ഓരോ ഇയേഴ്സിലെയും ക്യാഷ് ഫ്ലോസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് EBIT അല്ല, EBIT DA ആണ്. EBIT ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഡിപ്രിസിയേഷനും കൂടി കൺസിഡർ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ളതാണ് EBIT DA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, ഡിപ്രിസിയേഷനും കൂടി ലെസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടുക. അപ്പോൾ ലെസ് ഡിപ്രിസിയേഷനും കൂടി ലെസ് ചെയ്താലാണ് EBIT കിട്ടുക. EBIT അപ്പോൾ ഡിപ്രിസിയേഷൻ എന്താണ്, 25,000 വെച്ച് ഓരോ ഇയറിലും വരുന്നുണ്ട്. 25,000. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 20,000 EBIT വരും,
സെക്കൻഡ് ഇയറിൽ 5000 EBIT വരും. തേർഡ് ഇയറിൽ 0 EBIT വരും. ഫോർത്ത് ഇയറിൽ 10,000 EBIT വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് EBIT വരുന്നത്. ഇനി EBIT നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, EBIT നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ല, അപ്പോൾ ഇത് നമുക്ക് EBIT ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ലെസ് ടാക്സ് അറ്റ് 20%. 20% ടാക്സ് ലെസ് ചെയ്യുമ്പോൾ ഇവിടെ 4,000, ഇവിടെ എത്രയാണ് വരിക 1,000, ഇവിടെ 0, ഇവിടെ 2,000 ഈക്വൽ ടു ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരും. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്, 20,000 മൈനസ് 4,000 ഈസ് ഈക്വൽ ടു 16,000. ഇവിടെ 4,000. ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കൂടെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പോസ് ചെയ്തിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ. ഇത് ശരിക്കും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഡ് ഡിപ്രീസിയേഷൻ എന്താണ്, നമുക്ക് പിന്നെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോൻ്റെ കൂടെ ആഡ് ചെയ്യണ്ടേ. അപ്പം ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ എത്രയാണ് വരുന്നത്, 25,000, 25,000, 25,000, 25,000 is equal to 16,000 plus 25,000 is equal to 41,000 എന്ന് വരും. ഇവിടെ 29,000, ഇവിടെ 25,000, ഇവിടെ 33,000. അപ്പം ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റെലവൻറ്റ് ക്യാഷ് ഫ്ലോ കമ്പ്യൂട്ട് ചെയ്യാൻ, അതായത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യാഷ് ഫ്ലോ എന്ന് എഴുതിയാൽ മതി. ഇതായിരിക്കും നമ്മൾ FM കൺസിഡർ ചെയ്യുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പം ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 41,000 ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതിന്ന് നിങ്ങൾ മേജറായിട്ട് ലെസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ എന്തായാലും ലെസ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ടാക്സ് സേവിങ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്കിയിൽ നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്കിയിൽ ടാക്സ് അടക്കുമ്പം ചില കേസിൽ എന്ത് വരുന്നില്ല, ശരിക്കും ഇവിടെ 25,000 പ്രോഫിറ്റ് ഉണ്ടായിട്ടും നമ്മൾ ഡിപ്രീസിയേഷൻ ഉള്ളതിനെ കൊണ്ട് ഒരു ടാക്സും അടയ്ക്കാതാണ് ഇവിടെ ഈ കേസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമുക്ക് എന്താണ്, ഒരു ടാക്സ് സേവിങ് എക്സ്പെൻസ് ആണ്. ആ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് നമ്മൾ അത് കേസിട്ട് ബാക്കിയുള്ളതിൻ്റെ മുകളിൽ അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ഫ്ലോ കിട്ടും. ഓക്കെ, ഇത് ഓക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരിക. ഇത് ചിലപ്പോൾ ചെറിയ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ capital budgeting process. Capital budgeting simply means budgeting capital expenditure. Capital expenditure ബഡ്ജറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എത്ര ഏർണിങ്സ് കിട്ടും എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതായത് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ എത്രത്തോളം ഏതാണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നോക്കി നമ്മൾ ഒരു ബഡ്ജറ്റ് ചെയ്യൂലേ, അപ്പോൾ അതിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, ഇവാലുവേഷൻ, സെലക്ഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, കൺട്രോൾ, റിവ്യൂ. ഇതൊക്കെ ഒരു തിയറിയാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, എല്ലാ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡാണ്. പേ ബാക്ക് പീരീഡ് നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മീനിങ് കിട്ടുന്നുണ്ടാവും. പേ ബാക്ക് പീരീഡ്, പേ ബാക്ക്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ച് കിട്ടുന്ന ടൈം, അതിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്.
അതായത് വിത്തിൻ ഹൗ മച്ച് ടൈം വി വിൽ ഗെറ്റ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്ക്, ദാറ്റ് ടൈം ഈസ് കോൾഡ് പേ ബാക്ക് പീരീഡ്. നമ്മൾ ഏത് ടൈമാണോ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടുന്നത് ആ ടൈമിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ എക്സ്പെക്റ്റഡ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ. ആനുവൽ എക്സ്പെക്റ്റഡ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ, അതായത് ആനുവലി നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുക. ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ എക്സ്പെക്റ്റഡ് ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേ ബാക്ക് പീരീഡ് കിട്ടും. എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഉണ്ട്. സപ്പോസ് XYZ Limited ഈസ് അനലൈസിങ് എ പ്രൊജക്റ്റ് റിക്വയറിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 2 lakh. 2 lakh ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ ആസ് ഫോളോസ്. ക്യാഷ് ഇൻഫ്ലോസ് വരാനുള്ളത് ഇത്രയാണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 80,000, 60,000, 60,000, 20,000. ഓക്കെ, ഇത്രയാണ് ക്യാഷ് ഫ്ലോസ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ആസ് പേ ബാക്ക് പീരീഡ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ബൈ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആസ് ഫോളോസ്. ഇത് നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ എന്ത് ചെയ്യും? ക്യുമുലേറ്റീവ് ആയിട്ട് എഴുതും. ക്യുമുലേറ്റീവ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇയറിൽ നമുക്ക് 80,000 ഉണ്ട്. രണ്ടാമത്തെ ഇയറിലെ ക്യുമുലേറ്റീവ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പം 80,000 പ്ലസ് 60,000 ടിൽ സെക്കൻഡ് ഇയർ വരെ നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ കിട്ടി, തേർഡ് ഇയർ വരെ എത്ര ക്യാഷ് ഫ്ലോ കിട്ടി, അതാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 60,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,40,000 ആയിരിക്കും എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൻ്റെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തേർഡ് ഇയർ ആഡ് ചെയ്താൽ പിന്നെയും ക്യുമുലേറ്റീവ് കിട്ടി, അപ്പം 2 lakh എന്ന് വരും. ഫോർത്ത് ഇയർ ആകുമ്പോൾ 2,20,000 ആവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിതാ ഓരോ ഇയറിലും ഫസ്റ്റ് ഇയറിൽ 80,000, സെക്കൻഡ് ഇയറിൽ 1,40,000 ആയി, തേർഡ് ഇയർ ആകുമ്പോൾ 2 lakh ആയി. 2 lakh ഇവിടെ കറക്റ്റ് വന്നു. അതായത് ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഏത് ഇയറിലാണ്? തേർഡ് ഇയറിലാണ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ആവുന്നത്. 2 lakh എപ്പോഴാണോ ക്യാഷ് ഫ്ലോ ആവുന്നത് ആ ടൈമായിരിക്കും എന്തെന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ആവുന്ന ടൈം എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കവർ ആവുന്ന ടൈമിനാണ് ആ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻ തേർഡ് ഇയർ cumulative cash flow is equal to initial cash outflow equal to 2 lakh. Hence payback period is 3 years. Suppose if in the above example the initial outflow is 2,05,000 then. Okay, അപ്പോൾ ഇത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇനീഷ്യൽ ഔട്ട്ഫ്ലോ ആവുന്ന കേസിലുള്ള ആ ഇയർ എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇത് എക്സ്ട്രാ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് 2 lakhന് പകരം 2,05,000 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2,05,000 ആണെങ്കിൽ ഇവിടെ ഫോർത്ത് ഇയറിൽ എത്രയാണ്? 2,20,000 ആണ്, 2,05,000 അല്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു കംപ്ലീറ്റഡ് ഇയേഴ്സ് എടുക്കുക. അതായത് ഇപ്പം നമ്മളിവിടെ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് 2 lakh, ഇതിപ്പം 2,05,000 ഏതിൻ്റെ ഇടയിലാണ് വരുന്നത്? 2 lakhൻ്റെയും 2,20,000യുടെയും ഇടയിലാണ് ഇത് വരുന്നത്, 2,05,000 വരുന്നത്. അപ്പം അതുവരെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഇയേഴ്സ് എത്രയാണ്? 3 years ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റഡ് ഇയേഴ്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ എത്രയാണ് നമുക്ക് ഈ കംപ്ലീറ്റഡ് ഇയേഴ്സിൻ്റെ ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ക്യാഷ് ഫ്ലോന്ന് എത്രയാണ് ഇനി വേണ്ടത്? നമുക്ക് 5,000 ആണ് വേണ്ടത്. അതായത് 2,05,000 മൈനസ് 2 lakh. 2 lakh ആണ് ലാസ്റ്റ് ക്യാഷ് ഫ്ലോ. ലാസ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. ഇപ്പം 5,000 വരും. 5,000 ഡിവൈഡഡ് ബൈ 20,000
20,000 എന്താണ് ചെയ്യുന്നത്? ഈ 20,000 എന്ന് പറഞ്ഞാൽ ഈ 4th ഇയറിൻ്റെ, അതായത് ഏത് ഇയറിലാണോ അത് ഉൾക്കൊള്ളുന്നത് ആ ഇയറിൻ്റെ ഇൻഫ്ലോ ആണ്. റെലവൻറ്റ് ഇയർ ഇൻഫ്ലോ, റെലവൻറ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ആണ്. അതായത് 20,000 ആണ് റെലവൻറ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ വരുന്നത്. അപ്പോൾ അത് ചെയ്താൽ എന്ത് കിട്ടും? 5,000 ഡിവൈഡഡ് ബൈ 20,000 ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. 0.25 ഇൻറ്റു 12 months. 12 months ചെയ്താൽ 3 months എന്ന് കിട്ടും. 3 months എന്ന് പറഞ്ഞാൽ 1/4 ഇയർ. ദാറ്റ് ഈസ് 3 ഇയർ 1/4, 3.25 ഇയേഴ്സിനോ അല്ലെങ്കിൽ 1/4 ഇയേഴ്സിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ 3.25 കൊല്ലം 3.25 ഇയേഴ്സ് ആയിരിക്കും അതിൻ്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 years 3 months ഇങ്ങനെ എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഇത് നിങ്ങൾ കിട്ടിയാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കംപ്ലീറ്റഡ് ഇയേഴ്സ് പ്ലസ് ബാലൻസ് ക്യാഷ് ഔട്ട്ലേ. അതായത് നമ്മൾ ഇപ്പം കഴിഞ്ഞ ക്യാഷ് ഫ്ലോന്ന് നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോന്ന് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉള്ള ക്യാഷ് ഫ്ലോ വരെ, അതായത് നമുക്ക് വേണ്ടത്ര ക്യാഷ് ഫ്ലോ വരെയുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരെയുള്ള ക്യാഷ് ഫ്ലോ എടുക്കുക. അപ്പോൾ ഇവിടെ ഈ കേസിൽ 2,05,000 നിന്ന് 2 lakh കുറച്ചത്, അപ്പം 5,000 ആണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത്. അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ കൊല്ലത്തെ ക്യാഷ് ഫ്ലോ എത്രയാണ് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാറ്റുമ്പോൾ എന്ത് കിട്ടുന്നു, നമുക്ക് എത്ര ഇയേഴ്സാണ്, എത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇയർ ആണ് നമുക്ക് വേണ്ടതെന്ന് കിട്ടുന്നു. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് പേ ബാക്ക് റെസിപ്രോക്കൽ എന്താണെന്നുള്ളതാണ്. പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് പേ ബാക്ക് പീരീഡ്, പേ ബാക്ക് പീരീഡിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, സപ്പോസ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർ 20,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആനുവൽ ഇൻഫ്ലോ ഈസ് 4,000, then payback reciprocal is equal to 4,000 divided by 20,000 into 100 is equal to 20%. ഇത് payback reciprocal എന്തിലായിരിക്കും പറയുന്നത്? This will be saying in percentage termsലായിരിക്കും പറയുന്നത്. അതായത് ആനുവൽ ക്യാഷ് ഫ്ലോനെ എന്ത് ചെയ്യുക, ആനുവൽ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ആൻ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടും അങ്ങനത്തെ ടൈമിലൊക്കെ ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ക്യാഷ് ഫ്ലോ divided by initial investment. Payback reciprocal. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പം ഇങ്ങനത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ടോപ്പിക്സ് എന്നൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനെ കൊണ്ട് ഒരു ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുപോയത്. നിങ്ങളെന്ത് അറ്റ്ലീസ്റ്റ് ഇത് എന്താണ് സംഭവം എന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസിന് എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചൊരു ഓർമ്മയിൽ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. അപ്പം റെസിപ്രോക്കൽ ഓഫ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്, പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനിയുള്ളത് അക്കൗണ്ടിങ് ഓർ ബുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് ഇത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, നമ്മളെ പീരീഡ് വെച്ചിട്ട് എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് നമുക്ക് റിട്ടേൺ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി തിരിച്ച് കിട്ടുന്നതെന്ന് വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അപ്പം ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് നമ്മുടെ അക്കൗണ്ട്സിലുള്ള പ്രോഫിറ്റ് പ്രകാരം
അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും എത്ര കൊല്ലമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഒരു 3 കൊല്ലമാണെങ്കിൽ ആ 3 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ എങ്ങനെയാണ് ആവറേജ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ, അതായത് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട്സിലുള്ള പ്രോഫിറ്റാണ്. അതിനെ കൊണ്ടാണ് ഇവിടെ അക്കൗണ്ടിങ് ഓർ ബുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അക്കൗണ്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതേ പ്രോഫിറ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ മാത്രമാണ് ഈ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടാവും, പ്രോഫിറ്റ് ഡിപ്രിസിയേഷനൊക്കെ തന്ന് ടാക്സ് ഒക്കെ തന്നിട്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, സാധാ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇവിടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 3 മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 3 മെത്തേഡ്സിൽ ICAയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമിന് സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ ആ മെത്തേഡിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 3 മെത്തേഡ്സിലും ചെയ്യുക. ഇത് സിമ്പിളാണ്, സംഭവം വലിയ പണിയൊന്നുമില്ല, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ഈക്വൽ ടു ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം, അതായത് ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം എന്താണ് അത് നമുക്ക് നോക്കാം. ഈ ആവറേജ് ആനുവൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളൊരു ലോജിക്കലി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, അതായത് എനിക്കിപ്പം ഫസ്റ്റ് ഇയറിൽ ഒരു 10,000 കിട്ടുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ 30,000 കിട്ടുന്നുണ്ട്, തേർഡ് ഇയറിൽ എനിക്കൊരു പിന്നെ ഒരു 10,000 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് ഇൻകം എത്രയാണ്, ആവറേജ് ഇയർലി ഇൻകം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 10,000 പ്ലസ് 30,000 പ്ലസ് 10,000 ഡിവൈഡ് ബൈ 3 ആണ്. 50,000 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 16,667 വരും. ഇതാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്, ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആവറേജ് ഇൻകം കണ്ടുപിടിച്ചിട്ട്, അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഓരോ ഇയറിലെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ആവറേജ് ചെയ്തിട്ട് ആവറേജ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അപ്പോൾ ഇത് തന്നെ ഈ ആവറേജ് ചെയ്യുന്നതും ഇതിനൊക്കെ ഒരു 3 തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 7, സപ്പോസ് Times Limited is going to invest in project sum of 3 lakh having a life of 3 years. Salvage value of the machine is ideal, ഇത് is ആണ്. Machine is 90,000. The profit before depreciation for each year is 1,50,000. The profit after tax and value of investment in the beginning at the end of the years shall be as follows. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിഗിനിങ്ങിലും എൻഡിലും ഉള്ളത് അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇയേഴ്സ്, പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ, വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങളൊന്ന് നോക്കുക. അതിലാദ്യം തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് സം ഓഫ് 3 lakh റുപ്പീസ്. 3 lakh ആണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. ലൈഫ് 3 years ആണ്. സാൽവേജ് വാല്യൂ ഓഫ് ദ മെഷീനറി എന്ന് പറയുന്നത് 90,000 ആണ്. ഓക്കെ, ദ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ഫോർ ഈച്ച് ഇയർ ഈസ് 1,50,000. 1,50,000 ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1,50,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. കാരണം അക്കൗണ്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ആസ് യു ഓൾ നോ, 3 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 3 lakh മൈനസ്
സാൽവേജ് വാല്യൂ എത്രയാണ് 90,000 ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സ് ആണ് 3 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 2,10,000 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 70,000 റുപ്പീസ്. 70,000 റുപ്പീസാണ് നമ്മളെ ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടി, അതിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, റിട്ടേൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതായത് ഇത് നമ്മൾ ഓരോ കൊല്ലത്തെയും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡിപ്രിസിയേഷൻ ലിസ്റ്റ് ചെയ്യണം. നമ്മുടെ സാധാ ഇത് 3 മെത്തേഡ്സിലാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം മെഷീനറിൻ്റെ വാല്യൂ അറ്റ് ദ ബിഗിനിങ്ങിലെ വാല്യൂ തന്നിട്ടുണ്ടാവും. ബിഗിനിങ്ങിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കോസ്റ്റ് 3 lakh. അത് എൻഡിലേക്ക് എത്തുമ്പോൾ എന്താവും, ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യും. 70,000 ഡിപ്രിസിയേഷൻ കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2,30,000 ആണ് എന്ത് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2,30,000 ആയിരിക്കും നെക്സ്റ്റ് ഇയറിൻ്റെ ഓപ്പണിങ്. അതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഇയറിൻ്റെ ഡിപ്രിസിയേഷൻ, അതായത് 70,000 കുറച്ച് കഴിഞ്ഞാൽ 70,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1,60,000 എന്ന് കിട്ടും. ഈ 1,60,000 ആയിരിക്കും പിന്നെ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഇയറിൻ്റെ ബിഗിനിങ് ക്ലോസിങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെന്തിനെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ARR ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫോളോയിങ് മെത്തേഡ്സ്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ എടുക്കുക. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച 80,000. ദിസ് 80,000 ഡിവൈഡഡ് ബൈ 80,000 ഡിവൈഡഡ് ബൈ എത്രയാണ്, 3 lakh. അറ്റ് ദ ബിഗിനിങ് എത്രയാണ്, 3 lakh ആണ്. 3 lakh ഇസ് ഈക്വൽ ടു 80,000 divided by 3 lakh is equal to 26.67% വരും. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിൻ്റെ റിട്ടേൺ ആണ്. ഫസ്റ്റ് ഇയറിൻ്റെ ഓരോ ഇയർ വൈസ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇയർ വൈസ് കമ്പ്യൂട്ട് ചെയ്യുക. ഇയർ വൈസ് റിട്ടേൺ എത്രയാണുള്ളത് അത് ഓരോ ഇയറിൻ്റെയും ബിഗിനിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനിങ്ങിലുള്ള വാല്യൂ ഫസ്റ്റ്, സെക്കൻഡ് 80,000 divided by 2,30,000 is equal to 34.78%. Third 80,000 divided by 2,30,000 minus 2,30,000 ഇൻവെസ്റ്റ്മെൻറ്റ് തേർഡ് ഇയറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഗിനിങ്ങിൽ എത്രയാണ്, 1,60,000 ആണ്. അപ്പോൾ 1,60,000 ഡിവൈഡഡ് ബൈ 1,60,000 is equal to 0.5 അല്ലെങ്കിൽ 50%. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഓരോ ഇയറിൻ്റെയും പിന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇയറിൻ്റെയും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഐക്കോണിക് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ആവറേജും കൂടി ചെയ്താലാണ് നമുക്ക് ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുക. അപ്പോൾ ഇത് ഓരോ ഇയറിൻ്റെയും റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഓരോ ഇയറിൻ്റെയും എത്രയാണോ ഓരോ ഇയറിൻ്റെ പ്രോഫിറ്റ് അത് ഡിവൈഡഡ് ബൈ ഓരോ ഇയറിൻ്റെ ബിഗിനിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെഷറിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഓരോ ഇയറിൻ്റെയും നമുക്ക് ഈ റിട്ടേൺ പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മളിന്ന് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അപ്പം ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ഇയറിൻ്റെതും ആഡ് ചെയ്തിട്ട് ആവറേജ് കാണുക. ആവറേജ് കാണാൻ എങ്ങനെയാണ്, ഇത് സിമ്പിൾ ആവറേജ് ആണ്. സിമ്പിൾ ആവറേജ് എങ്ങനെയാണ് കാണുക, ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 3 ഇയറിൻ്റെത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഡിവൈഡ് ബൈ 3 ചെയ്യുക. 4 ഇയറിൻ്റെ ആണെങ്കിൽ 4 ഇയറിൻ്റെത് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യത്തെ ഇയറിൽ 26.67% ആണ്, രണ്ടാമത്തെ ഇയറിൽ 34.78 ആണ്, തേർഡ് ഇയറിൽ 50% ആണ്. ഡിവൈഡ് ബൈ 3 = 37.15% എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ യൂസിങ്
ദിസ് മെത്തേഡ്, ആദ്യത്തെ മെത്തേഡ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യുന്ന മെത്തേഡ് എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഇത് ഈ ഒരു മെത്തേഡ് ICAI സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പം ഈ മെത്തേഡും ഇപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെത്തേഡും ചെയ്യുക, അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡും ചെയ്യുക, മൂന്നാമത്തെ മെത്തേഡും ചെയ്യുക. ഇത് വലിയ പണിയുള്ളതൊന്നുമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? വേർഷൻ 2 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിസ് ആണ് ചെയ്യുന്നത്. അതായത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ് ഇൻറ്റു 100. ഇതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡാണ് ഏത് മെത്തേഡ്? ആദ്യം പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നില്ലായിരുന്നു, ആവറേജ് ആനുവൽ ഇൻകം ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ 3 ഇയേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആവറേജ് ചെയ്തിട്ട് ഒരു ഇയറിൻ്റെ ആവറേജ് ആയിട്ട് എത്ര ഉണ്ടാവും എന്ന് എടുക്കുക. അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എമൗണ്ട് കിട്ടും. അതായിരിക്കും എന്ത്? ഒരു റിട്ടേൺ കിട്ടും. അതായിരിക്കും നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? 80,000 ആണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറും 80,000 ആണ്, തേർഡ് ഇയറും 80,000 ആണ്. ഡിവൈഡഡ് ബൈ 3, അതായത് നോമിനേറ്ററിൽ ഡിവൈഡ് ബൈ 3. ഇത് മൂന്നിനെയും ആഡ് ചെയ്തിട്ട് ആവറേജ് ഇത് ഒക്കെ ഒരേ സാധനം തന്നെ ആയതിനെ കൊണ്ട് എന്തായിരിക്കും വരിക? ആൻസറും 80,000 ഡിവൈഡഡ് ബൈ 3 lakh തന്നെ ആയിരിക്കും വരിക. കാരണം ഇത് മൂന്നും സെയിം ആണ്. ഇത് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആവറേജ് ചെയ്തിട്ടുള്ള ആ ഫിഗർ ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫസ്റ്റ് ബിഗിനിങ്ങിലുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ഉണ്ട്. അതായിരിക്കും എന്ത്? വെർഷൻ 2, അതായത് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വേർഷൻ 1, വേർഷൻ 2, വേർഷൻ 3 എന്ന് പറഞ്ഞിട്ട്. ഇത് ICAIലുള്ള അതേ മോഡലിൽ തന്നെ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ICAIൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഇത് റിട്ടേൺ എത്ര വരുന്നുണ്ട്? 26.67% നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വേർഷൻ 3 എന്ന് പറയുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിസ് എന്ന് പറയുമ്പം ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് is equal to ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്തത്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ്, അതായത് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ വെർഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പോലെ തന്നെ, ഈ മുകളിലത്തെ കേസിലുള്ള പോലെ തന്നെ ആനുവൽ ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഇപ്പം നിങ്ങൾ നിങ്ങൾ കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റേഷ്യോസൊക്കെ നോക്കുമ്പം റേഷ്യോസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്ത്? ആവറേജ് സ്റ്റോക്ക്, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ്, ഓപ്പണിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ക്ലോസിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ 2, അതാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആണ് നോമിനേറ്ററിലുള്ളത്, ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 3 lakh പ്ലസ് 90,000 ഡിവൈഡ് ബൈ 2 is equal to 1,95,000 എന്ന് കിട്ടും. ഓർ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൾവേജ് വാല്യൂ പ്ലസ്, ഇത് വേറൊരു ഇക്വേഷൻ ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കണം എന്ന് ഇല്ല, എന്നാലും ജസ്റ്റ് ഇൻ കേസ് ഈ ഒരു ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് അതായത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്ന കേസിൽ നിങ്ങൾക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ രീതിയിലും കൂടി കാണാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് is equal to half into initial investment minus salvage value plus salvage value. ഓക്കെ,
അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതുമായിട്ട് സെയിം ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൾവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഐറ്റം? ദിസ് ഈസ് വാട്ട് ഈസ് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ ഫുൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടാണ് ഏതെന്ന് പറയുന്നത്, ഈ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഡിപ്രീസിയബിൾ എമൗണ്ടാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 3 lakh ആണ്. 3 lakh മൈനസ് സാൽവേജ് വാല്യൂ എത്രയാണ്? 90,000 ആണ്. സോറി, ഇവിടെ 90,000 is it? Yeah. 90,000 ആണ് ഇവിടെ സാൽവേജ് വാല്യൂ വരുന്നത്. ആ സാൽവേജ് വാല്യൂ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൽവേജ് വാല്യൂ പ്ലസ് സാൽവേജ് വാല്യൂ, ഇത് 1/2 ചെയ്താലാണ് വരുന്ന പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ദിസ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള സാധനമാണ് ഇത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇതൊന്ന് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഹാഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൽവേജ് വാല്യൂ 1/2 സാൽവേജ് വാല്യൂ പ്ലസ് സാൽവേജ് വാല്യൂ. ഇതാണ് നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് അല്ലേ. 1/2 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1/2 സാൽവേജ് വാല്യൂ എന്നിട്ട് പ്ലസ് സാൽവേജ് വാല്യൂ, അതാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഈ എക്സ്പാൻഡ് ചെയ്തത് ഒന്നുകൂടി ഒന്ന് ആഡ് ചെയ്താൽ എങ്ങനെ വരും? ഈക്വൽ ടു ഹാഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഹാഫ് സാൽവേജ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് 1 സാൽവേജ് വാല്യൂ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വെറും സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാൽവേജ് വാല്യൂ എന്നല്ല ഇവിടെ മീനിങ്. അപ്പം ഒരു സാൽവേജ് വാല്യൂ മൈനസ് ഹാഫ് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് പ്ലസ് ഹാഫ് സാൽവേജ് വാല്യൂ. ഇവിടെ മൈനസ് ഹാഫും അതുപോലെ തന്നെ പ്ലസ് 1 ഉള്ളത്. അപ്പോൾ പ്ലസ് 1 മൈനസ് ഹാഫും ഉള്ളതിനെ കൊണ്ട് 1 ഹാഫ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എന്ന് കിട്ടും. അപ്പം പ്ലസ് ഹാഫ് സാൾവേജ് വാല്യൂ എന്ന് വരും. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ്? ഇതെന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സാൽവേജ് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെ അല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മൾ സാധാ ചെയ്യുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സാൽവേജ് വാല്യൂ ഡിവൈഡ് ബൈ 2 അല്ലേ ഇത് അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വേറൊരു ഇക്വേഷനിലൂടെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഹാഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൽവേജ് വാല്യൂ പ്ലസ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ചില കേസിൽ നിങ്ങൾക്ക് സാൽവേജ് വാല്യൂ മാത്രമായിട്ട് തന്നിട്ടൊക്കെ എന്ത് പറയുക ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ വേണ്ടി പറയും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാൽവേജ് വാല്യൂ മാത്രമായിട്ട് കണ്ട് നിങ്ങളോട് കാണാൻ പറയുന്ന കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കേസിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എത്രയാണ് സാൽവേജ് വാല്യൂ? അതുതന്നെ നമുക്ക് 1,95,000 തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 41.03% എന്ന് വരും. അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ഉണ്ട്. അതിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ കേസിൽ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷനും ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസിൽ ഇവിടെ ടാക്സ് ഒന്നും കൺസിഡർ ചെയ്യാത്തതിനെ കൊണ്ടാണ്. ഇവിടെ ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണോ വേണ്ടയോ? ടാക്സ് വാട്ട് ഷുഡ് വി ഡു? ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണോ ചെയ്യണ്ടയോ? ഒബ്വിയസ്ലി അത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അക്കൗണ്ട്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സിൻ്റെ എഫക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അക്കൗണ്ട്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ടാക്സിൻ്റെ എഫക്റ്റ് എടുക്കും. പിന്നെ ടാക്സ് ലെസ് ചെയ്തിട്ടുള്ള
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ല നമ്മൾ അക്കൗണ്ട്സിലും കാണിക്കുക. അപ്പോൾ അക്കൗണ്ട്സിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. അത് നേരെ എന്ത് ചെയ്തിട്ടുള്ളതായിരിക്കും, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഇന്ന് എന്ത് ചെയ്യും, ടാക്സ് ലെസ് ചെയ്യും, എന്നിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ കിട്ടും. അപ്പം നമ്മുടെ സാധാ കേസിലും അതായത് ബാക്കിയുള്ള കേസിലൊക്കെ നമ്മൾ എന്താണ് ക്യാഷ് ഫ്ലോ ആണ് എടുക്കുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ എടുക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എടുക്കുക. അതെന്ന് പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തിട്ടാണ് എടുക്കുക. ഇവിടെ എന്താണ് അക്കൗണ്ട്സ് പ്രകാരമുള്ളതായതിനെ കൊണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷന് ടാക്സ് ലെസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പം പിന്നീട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ കൂടെ നമുക്ക് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രേ ഇവിടെ വ്യത്യാസമുള്ളൂ, അല്ലാത്തതൊക്കെ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. നിങ്ങൾ ജസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ മതി, വേറൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ നമ്പർ 2. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. ഇല്ലസ്ട്രേഷൻ നമ്പർ 2 നോക്കാം. എ പ്രൊജക്റ്റ് റിക്വയർസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് yields പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ വിച്ച് ഈസ് ആസ് ഫോളോസ്. ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ: ഇയർ 1 50,000, 75,000, 1,25,000, 1,30,000, 80,000 ഒക്കെ കിട്ടും. സപ്പോസ് ഫർദർ at the end of 5th year the plant and machinery of the project can be sold for 80,000. Determine average rate of return. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, മിഷനറിൻ്റെ 5th ഇയറിൽ നമുക്ക് 80,000 റുപ്പീസിന് സെയിൽ ചെയ്യാമെന്ന് പറയുന്നത്. ഇതെന്താണ്, ദിസ് ഈസ് വാട്ട് ഈസ് സാൽവേജ് വാല്യൂ. ഇതാണ് സാൽവേജ് വാല്യൂ. അപ്പം എല്ലാ ക്വസ്റ്റിനും നിങ്ങളോട് സാൽവേജ് വാല്യൂ ഇതാണെന്ന് പറഞ്ഞ് തരുമൊന്നുമില്ല. ചില ക്വസ്റ്റിന് നമ്മൾ എന്ത് മനസ്സിലാക്കി എടുക്കേണ്ടി വരും, ഇതിപ്പോൾ സാൽവേജ് വാല്യൂ ആണോ അല്ലെങ്കിൽ വേറെ എന്തോ വാല്യൂ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ്, ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് നിങ്ങളങ്ങനെ ചെയ്തോളണമെന്നില്ല, കാരണം അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ചൊരു ലോജിക്ക് കുറഞ്ഞൊരു ടൈപ്പാണ്. ബാക്കിയുള്ള 2 മെത്തേഡ്സാണ് നമ്മൾ ചെയ്യുന്നത്, വെർഷൻ 2ഉം വെർഷൻ 3യും. അപ്പോൾ അത് രണ്ടും നിങ്ങളിങ്ങനെ ഒരു മെത്തേഡ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെർഷൻ 2ഉം വെർഷൻ 3യും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്, ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആവറേജ് ആനുവൽ പ്രോഫിറ്റ് വെച്ചിട്ട് ചെയ്യാം. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് വെച്ചിട്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഒന്നെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാം. ഈ 2 മെത്തേഡ്സിലും നമ്മൾ ചെയ്തു വെക്കുക. ഇത് രണ്ടും ഒന്ന് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തുകൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എത്രയാണ്, 4,60,000 ആണ് ടോട്ടൽ. 4,60,000 ഡിവൈഡഡ് ബൈ 5 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക, 92,000 എന്ന് വരും. 92,000 അപ്പോൾ 92,000 നമ്മളിവിടെ കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് 10 lakh, അപ്പം 9.2% എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ ഈ കേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് എന്തില്ല, അതായത് ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ബാലൻസ് എത്രയൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. ആഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൽവേജ് വാല്യൂ പ്ലസ് സാൽവേജ് വാല്യൂ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഡെറിവേഷൻ നേരത്തെ നോക്കി. അപ്പോൾ ഇതെങ്ങനെയാണ്, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സാൽവേജ് വാല്യൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, 10 lakh മൈനസ് 80,000 ആണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്, പ്ലസ് 80,000 is equal to 4,60,000.
4,60,000 പ്ലസ് 80,000 ഈസ് ഈക്വൽ ടു 5,40,000 എന്ന് വരും. ഇതാണ് നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ കിട്ടുന്നത്? 10 lakh മൈനസ് 80,000 എന്ന് പറയുമ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 9,60,000 ആണ്. 9,20,000 ആണ്. 9,20,000 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4,60,000 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ സാലവേജ് വാല്യൂ ആയിട്ടുള്ള 80,000 ആഡ് ചെയ്താൽ നമുക്ക് 5,40,000 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതായത് നമ്മൾ ഓൾറെഡി മുകളിൽ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 92,000 ഡിവൈഡഡ് ബൈ 5,40,000 ഈസ് ഈക്വൽ ടു 17.04% എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ രീതി മെത്തേഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ചുകൂടി ഒരു ഇല്ലോജിക്കലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി അതായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടും ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് മെത്തേഡ്സിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദിസ് റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് വിത്ത് ദ റേറ്റ് ഓഫ് other projects. Sometimes management decides a cut-off rate. In such cases, evaluate that whether the rate is above cut-off rate. Select the project if it's above rate specified. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ കേസിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വേറെയുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ മാനേജ്മെൻറ്റ് ഒരു കട്ട് ഓഫ് റേറ്റ് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 10% മുകളിൽ എന്ത് വരണം? റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% മുകളിൽ നമുക്ക് റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എബോവ് കട്ട് ഓഫ് റേറ്റ് ആയിരിക്കും. കട്ട് ഓഫ് റേറ്റ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്താലും അറിയുന്ന കാര്യം തന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചില കേസിൽ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റിൻ്റെ കട്ട് ഓഫ് റേറ്റ് അങ്ങനത്തെ റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് വേറൊരു പ്രൊജക്റ്റ് കൂടി തരും. അതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളതുകൊണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ 2-3 പ്രൊജക്ട്സ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഉള്ള ഓപ്ഷൻസിലാണ് ഈ ഒരു റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് അബവ് 10% ആണോ? നമ്മളൊരു കട്ട് ഓഫ് റേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ റേറ്റിൻ്റെ മുകളിൽ നമുക്ക് റിട്ടേൺ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കേണ്ടത് ഏതിലാണ്? 1 ഉള്ള കേസിലായിരിക്കും അധികം മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ വെറുതെ കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ 2 പ്രൊജക്ട്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹൈ റിട്ടേൺ തരുന്ന പ്രൊജക്റ്റായിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതും നിങ്ങൾക്ക് ലോജിക്കലി നോക്കിയാൽ ഒരു കോമൺ സെൻസ് വെച്ച് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദീസ് 2 മെത്തേഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ തന്നെ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ എക്സാമിന് വരുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെപ്പോഴും ഓർമ്മിച്ച് വെക്കുക. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ബൈ.